ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെ എല്ലാവരും വിശേഷമൊക്കെ? ഇന്നിപ്പോൾ ഇതാ രാവിലെ മുതലായിട്ട് വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല ഉറക്കത്തിലാണ്. ഇപ്പോൾ ഇവിടെ രാവിലെയൊക്കെ അത്യാവശ്യം നല്ല മഴയൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ കുറച്ച് നേരമൊക്കെ അങ്ങനെ ഉറങ്ങലുണ്ട്. അമ്മലു കുറച്ച് നേരത്തെ തന്നെ മദ്രസയിലൊക്കെ പോയിട്ടുണ്ടായിന്. അപ്പം ഓനൊക്കെ പൊതിച്ചൊക്കെ കൊടുത്ത് നേരെ ഇതാ കിച്ചണിലേക്ക് വന്നാൽ അടുത്തെപ്പോൾ അമ്മ രാവിലത്തെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിന്. ഇന്നിപ്പം രാവിലത്തേക്ക് നമ്മൾ ദോശയായിട്ട് ഉണ്ടാക്കണേ. സാധാ നമ്മളെ കലക്കി ദോശയല്ലേ, പൊടിയും വെളിച്ചെണ്ണയും ഉപ്പൊക്കെ ഇട്ടുള്ള സിമ്പിൾ ദോശ പരിപാടി കേട്ടോ ഇന്ന് രാവിലത്തേക്ക് ഉണ്ടാക്കണേ. അപ്പം അമ്മ അങ്ങനെ ചുട്ടുകൊണ്ടിരിക്കേനി. അപ്പോൾ ഞാനെത്തിയപ്പോൾ പിന്നെ അമ്മേൻ്റെ വാങ്ങിയിട്ട് കുറച്ച് ഞാനും അങ്ങനെ ചുട്ടിട്ടുണ്ടായിന്. അപ്പോൾ കറിയായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല, തലേ ദിവസത്തെ കറി എന്നുള്ളതുകൊണ്ട് അങ്ങനെ കറി വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ മുകളിൽ ഇങ്ങനെ സൗണ്ട് ആയിട്ടിപ്പോൾ ഓൻ ഉണർന്നിട്ടുണ്ട്. ചിലപ്പോൾ ഒക്കെ താഴേക്ക് അങ്ങനെ എണീറ്റ് വരും, ചിലപ്പോൾ നമ്മളിങ്ങനെ അടുത്തേക്ക് വരണം മാവാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിളിക്കും. നമ്മൾ എത്തിയാൽ മാത്രമേ ബെഡിൽ നിന്ന് എണീറ്റ് വരുള്ളൂ. അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമാണ്. ഓനക്കിങ്ങനെ ഞാൻ എത്തിയതിന് ശേഷം കേട്ടോ ഓന് ഇങ്ങനെ എൻ്റെ കൂടെ അങ്ങനെ പോകുന്നത്. കുറച്ച് നേരമൊക്കെ ഓനങ്ങനെ കളിപ്പിച്ച് പിന്നെ ഓനെ ബ്രഷ് ചെയ്യലും ഓനതാക്കലും അങ്ങനെ കുറച്ച് സമയം അങ്ങനെ ആയിട്ട് പോയിട്ടുണ്ടായിന്. അങ്ങനെ ഓനൊക്കെ എടുത്ത് താഴത്തേക്ക് വന്നപ്പോൾ ഇപ്പതാ ഓനങ്ങനെ കളിപ്പിക്കുക കേട്ടോ. എണീറ്റ് വന്ന് ഓനെ കണ്ട ഇതിലിങ്ങനെ ഓരോന്ന് പറഞ്ഞങ്ങനെ കളിപ്പിക്കുകയാണ്. അങ്ങനെ ഓനൊക്കെ ഒന്ന് റെഡിയാക്കി നമ്മളും ഒരുമിച്ച് അങ്ങനെ ഒന്നിൻ്റെ കൂടെ അങ്ങനെ ഇരുന്ന് ചായ കുടിച്ചോളും. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ ചായയൊക്കെ കുടിക്കുക. അപ്പം ദോശ എടുത്തപ്പോൾ അത് അവസാനത്തെ ദോശയാണോ, അതാണ് അതിൻ്റെ ഷേപ്പൊക്കെ അങ്ങനെ നമ്മളിപ്പോൾ ഉപ്പിക്കൽ സ്വാരലുണ്ടാവില്ലേ ലാസ്റ്റത്തെ പാരൽ, അതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ ഷേപ്പിലൊക്കെ ഒരു മാറ്റമുള്ളത്. അപ്പോൾ അങ്ങനെ അത് ആ ദോശയും മീൻ കറിയൊക്കെ കൂട്ടിയിട്ട് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടോ. ചായ കൂടി കഴിഞ്ഞ് കിച്ചണിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു. അതൊക്കെ കഴുകിയപ്പോൾ ഐബോൻ്റെ സ്ഥിരം പരിപാടി തുടങ്ങിയത്. അവനങ്ങനെ ഇപ്പോൾ മുറ്റത്തേക്കൊന്നും ഇറങ്ങി അങ്ങനെ കളിക്കൽ കുറവായിട്ട്, ഇപ്പം മഴയും ചീച്ചിലൊക്കെ അല്ലേ. അപ്പം അതുകൊണ്ട് തോനെയും ഉള്ളിൽ നിന്ന് ഓനിങ്ങനെ ഒന്നെങ്കിൽ കട്ടെടുത്ത് ഇങ്ങനെ കളിക്കും, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഐറ്റംസ് എടുത്തിട്ട് ഒന്നിങ്ങനെ നിരത്തി ഇങ്ങനെ വെക്കും. അത് വെച്ച് ഇങ്ങനെ തീവണ്ടി ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇതേപോലെ ബോക്സ് പോലെ ഉണ്ടാക്കൽ ഇപ്പോൾ പഠിച്ചിട്ട് 2 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പുതുമ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ബോക്സ് പോലെ ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ മേലോട്ടേക്ക് എറിയലും ആക്കലൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിലിങ്ങനെ ഓരോ ലെറ്റേഴ്സൊക്കെ ഇങ്ങനെ കളിച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ ലെറ്റേഴ്സ് ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് വെച്ച് കുറേ വീടുണ്ടാക്കി വെക്കും, അങ്ങനത്തെ ഒക്കെ ഓരോ പരിപാടികളൊക്കെ ആക്കും. ഇതിപ്പോൾ എടുത്തിട്ട് ഇങ്ങനെ മേലോട്ടൊക്കെ എറിയാൻ ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഇങ്ങനത്തെ 2-3 ബോക്സ് ഉണ്ടാക്കിയിട്ട് ബോളൊക്കെ തട്ടണ പോലെ കാലുകൊണ്ട് ഇങ്ങനെ തട്ടി കളിക്കലും അങ്ങനത്തെ ഒക്കെ ഓരോ പരിപാടികളാട്ടോ ഉണ്ടാവല്. പിന്നെ ഓന് കുറേ സമയം അയിമേൽ അങ്ങനെ ഇരുന്നിട്ടുണ്ടായിനി. അയിബ് നല്ല കളിയിലാണല്ലോ. ആ സമയത്ത് ഓനെ കാണാതെ മെല്ലെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ പുതിയ വീടിൻ്റെ കിച്ചൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങോട്ടേക്ക് വന്ന് അങ്ങനെ നോക്കിയതാണ്. അപ്പോൾ രാവിലെ കുറച്ച് സമയം കഴിഞ്ഞാൽ പിന്നെ പണിക്കാർ വരും. ഓര് വന്നാൽ പിന്നെ നമുക്കിങ്ങനെ വീഡിയോ എടുക്കാനോ ഇങ്ങോട്ടേക്ക് വരാനോ ഒന്നും കഴിയില്ല. പോലെ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഓരെത്തുന്നതിന് മുന്നായിട്ട് ഇങ്ങനെ ജസ്റ്റ് കയറി വീഡിയോ എടുത്തതാണ്. അപ്പോൾ അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ടോ. ഇനി ഏകദേശം 2-3 ദിവസം കൂടെയൊക്കെ ഉണ്ടാവുള്ളൂ വർക്ക്. ഏകദേശമൊക്കെ കഴിയാനായിന്. അങ്ങനെ തിരിച്ചൊക്കെ വന്ന് ഉച്ചക്കേക്കുള്ള പരിപാടിയൊക്കെ നോക്കാൻ വേണ്ടി ഇതാ തീ കിട്ടുകയാണ്. ഉമ്മയായിട്ടോ തീ എത്തിക്കണേ. അപ്പം അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ കത്തിക്കലുണ്ട് കേട്ടോ. ഉമ്മ ആകുമ്പോൾ പിന്നെ ഒന്ന് വേഗത്തിൽ അങ്ങ് ആയി കിട്ടും. നമ്മൾ ചിലപ്പോൾ കുറേ നേരം ഊതി നിന്നാലും ഉമ്മ ഒന്ന് വന്ന് തൊട്ടാൽ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങനെ കത്തി കിട്ടും കേട്ടോ. അപ്പം മണ്ണെണ്ണ അങ്ങനെ കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ഡീസൽ വെച്ചിട്ടാണ് ഒന്ന് കത്തിക്കുന്നത്. ഡീസൽ കുറച്ച് അങ്ങനെ വാങ്ങിച്ച് വെക്കല ഇതിനായിട്ട്. അങ്ങനെ വേഗം ചോറായി കഴിഞ്ഞാൽ ബാക്കിയുള്ള പരിപാടികളൊക്കെ അടുപ്പത്ത് നിന്നായി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വേഗത്തിൽ ചോറിനുള്ള വെള്ളമൊക്കെ ഒന്ന് എടുത്തേക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ ഐബ് ഇങ്ങനെ വന്ന് എൻ്റെ അടുത്ത് വന്ന് മാഗി, അവൻ ഇന്നലെ വൈകുന്നേരം സമയം മാഗി ഉണ്ടാക്കി എടുത്തിന്. അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ചുണ്ടാടെ. അപ്പോൾ അവൻ എന്തോ ഇതിൽ അങ്ങനെ ഓർമ്മയായിട്ട് മാഗി വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മളെ ബാക്കിൽ കൂടുക. അപ്പോൾ അവൻ കഴിക്കില്ല എന്ന് എനിക്ക് അത്ര ഉറപ്പേന്. അവനിപ്പോൾ ചായ കുടിച്ചിട്ടല്ലേ ഉള്ളൂ. അപ്പം ഏതായാലും നമ്മളിപ്പോൾ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കില്ല പറഞ്ഞാലും അവന് ബാക്കിൽ കൂടും. അതുകൊണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിന്. അതിൻ്റെ ഇടയിൽ ഉമ്മതാ ഉച്ചക്ക് നല്ലൊരു 10 മണിയൊക്കെ ആകുന്ന സമയത്ത് 10-11 മണിയാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും അങ്ങനെ കഴിക്കാതെ വെച്ച് ചക്ക കൂട്ടാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചക്ക പറിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയതാട്ടോ. ഇപ്പോൾ കിട്ടിയ ചെറിയൊരു കൊത്തൻ ചക്കേന്, പിന്നെ കുറച്ച് വലിയ ചക്കയും കൂടെ പറിച്ചിട്ടോ.
അപ്പോൾ കൊത്തൻ ചക്ക ഇനിയിപ്പോൾ നാളെ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇന്നിപ്പോൾ കുറച്ചൊരു മൂത്ത ചക്ക എടുത്തിട്ട് ചക്ക കൂട്ടാനും കഞ്ഞിയും ഉണക്കമീനും ഒക്കെ വേറെ ടേസ്റ്റല്ലേ. അപ്പം അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ആക്കിയതാട്ടോ. അപ്പം വലിയ ചക്ക കുറച്ച് നേരത്തെ തള്ളി താഴത്തേക്ക് ഇട്ടിനി. അപ്പോൾ ഇതാണ് കേട്ടോ ആ വലിയ ചക്ക. അങ്ങനെ അതൊക്കെ മുറിച്ച് വെളിഞ്ഞൊക്കെ ഇതാ അമ്മ കോലുമേൽ ഇങ്ങനെ ചുറ്റുണ്ട് കേട്ടോ. അമ്മ കുറച്ച് മുന്നേ എടുത്ത് വെച്ചൊരു കോല്, വെളിഞ്ഞിയും കോല് അങ്ങനെ പണ്ടൊക്കെ അമ്മമാരിങ്ങനെ എടുത്ത് വെക്കല്ലേ. ഈ പെരുന്നാളാകുന്ന സമയത്ത് വെളിഞ്ഞിയും കുത്താന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ മൈലാഞ്ചി ഇടുമല്ലോ. അപ്പോൾ അമ്മ അങ്ങനെ പെരുന്നാൾ കേക്ക് എടുക്കണം എന്നൊക്കെ വിചാരിച്ച് വെച്ചത് ഇനിയെന്നൊക്കെ പറഞ്ഞാൽ കാണുന്നില്ല. അപ്പോൾ പുതിയൊരെണ്ണം എടുത്ത ടൈമിലാട്ടോ ഈ വെളിഞ്ഞിങ്ങനെ ചുറ്റണേ. അതേപോലെ നമ്മൾ പണ്ട് ഇങ്ങനെ മൺപാത്രമൊക്കെ ഇങ്ങനെ ഓട്ടായാൽ വെളിഞ്ഞിന് ഇങ്ങനെ വെച്ചിട്ടാണ് അടുക്കൽ എന്നൊക്കെ പറഞ്ഞ ഓരോ കഥകളൊക്കെ ഇങ്ങനെ പറയട്ടെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ. അപ്പോഴേക്കും ആ അമ്മൽ മദ്രസൊക്കെ വിട്ട് വന്ന് ഓക്ക് ഈ ഒരു പ്ലേറ്റിൽ മതിയെന്ന് അങ്ങനെ വാശി പിടിച്ചിന്. ഓക്കെ ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ കറി ഇങ്ങനെ അടുത്തേക്ക് വരും ഇഷ്ടമല്ല. അപ്പോൾ ഈ ഒരു പ്ലേറ്റിലാകുമ്പോൾ കറി അവിടെ തന്നെ ഉണ്ടാവുമല്ലോ. ഒക്കെ ഇങ്ങനെ കുത്തി കുത്തി തിന്നാട്ട് ഇഷ്ടം. അയിബുദ് അപ്പുറത്ത് മാഗി ഇങ്ങനെ കഴിക്കുന്നുണ്ട്. ഫോർക്ക് വെച്ച് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുണ്ട്. അങ്ങനെ തിന്നിട്ടൊന്നുമില്ല കേട്ടോ. എനിക്ക് നല്ല വിശപ്പുണ്ടെങ്കിൽ അങ്ങനെ ആരും പറയാതെ എനിക്ക് വേണ്ടത് തന്നെ അങ്ങനെ കുറേശ്ശൊക്കെ ആയിട്ട് കഴിക്കും. ഇതിപ്പം ആകെ 2 സ്പൂണിട്ട് കഴിച്ച് പിന്നെ അവിടെ ഇട്ട് അങ്ങനെ പോയതിന്. പിന്നെ അമ്മതാ ചക്ക ഇങ്ങനെ തൊലിയൊക്കെ കളയുന്നുണ്ട് കേട്ടോ. അപ്പം തൊലിയൊക്കെ കളഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി ഇരിഞ്ഞെടുക്കാൻ എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ട് ഉമ്മതാ അതിൻ്റെ പുറകു ഭാഗത്ത് തൊലിയില്ലേ അതിങ്ങനെ ഒഴിവാക്കുന്നുണ്ട്, ഇങ്ങനെ ചെത്തി ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങനെ ഇരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യണേ. അപ്പോൾ മുഴുവൻ ചക്ക ആണെങ്കിൽ അങ്ങനെ എടുക്കാം. നമ്മളിപ്പം പകുതി മാത്രമായിട്ടോ എടുത്ത് കൂട്ടാണ്ടാക്കണേ. അപ്പോൾ അതിനുകൊണ്ട് പകുതി എടുത്തിട്ടുള്ളൂ. അങ്ങനെ അകത്തെത്തി നമ്മളിതാ ചക്കൊക്കെ അമ്മ കത്തി കൊണ്ട് തന്നെ അങ്ങനെ ഇരിഞ്ഞ് ഇടുന്നുണ്ട്. അപ്പോൾ കുറച്ച് വേഗത്തിൽ തന്നെ അങ്ങനെ കിട്ടുന്നുണ്ട്. അതൊക്കെ ഇതാ ഓരോന്നും ഇങ്ങനെ മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് അരിഞ്ഞ് കൂട്ടാനൊക്കെ ഉള്ള പരിപാടികളൊക്കെ നോക്കുകയാണ്. അങ്ങനെ ഞാനിതാ കത്തിയൊക്കെ എടുത്ത് ടേബിൾ മേലൊക്കെ ഇരുന്ന് അരിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരുന്നാട്ടോ. അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ അരിഞ്ഞൊക്കെ എടുത്ത് അപ്പോൾ ചെറിയ ചെറിയ ചുളയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കാണുമ്പോൾ ഒരുപാടുണ്ടെങ്കിലും അരിഞ്ഞെടുക്കുമ്പോൾ കുറഞ്ഞ അളവിലേ ഉണ്ടാവുള്ളൂ. ചക്കക്കുരൊക്കെ അമ്മ അങ്ങനെ മാറ്റി വെച്ചിന്. ഇനിയിപ്പോൾ ചക്കക്കുരു മുരിങ്ങയിലൊക്കെ ഇട്ട് അങ്ങനെ എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മാറ്റി വെച്ചാട്ടോ. അപ്പോൾ ഇതാ അത്രയും പകുതി ചക്കയും പിന്നെ കുറച്ചും കൂടെ അതിലേക്ക് ചേർത്തിന് കേട്ടോ. അപ്പം നമ്മൾ അരിഞ്ഞെടുത്തപ്പോൾ കുറഞ്ഞ അളവിലുള്ളൂ. ഇത് നമ്മൾ കുക്ക് ചെയ്ത് വരുമ്പോൾ വളരെ കുറഞ്ഞ അളവിലേ ഉണ്ടാവുള്ളൂ കേട്ടോ കൂട്ടാനൊക്കെ. അങ്ങനെ വേഗത്തിൽ തന്നെ കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ട് ഉമ്മ കുക്കറിലേക്ക് അങ്ങനെ ഇടുന്നുണ്ട്. കുറച്ച് വെള്ളവും ഉപ്പും കൂടെ വെച്ച് അങ്ങനെ വേവിച്ചെടുക്കുക. എന്നാൽ ഒരു 10-11 മണിയൊക്കെ ആകുമ്പോൾ നമുക്കങ്ങനെ കേൾക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗത്തിൽ തന്നെ നോക്കാം കേട്ടോ. അപ്പം ഉമ്മ ചക്ക വേവിക്കാൻ വെച്ച സമയം കൊണ്ട് ഞാൻ അപ്പുറത്തുനിന്ന് തേങ്ങയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും വലിയ ജീരകവും ചെറിയ ജീരകവും അങ്ങനെ അതിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും അങ്ങനെ റെഡിയാക്കുന്ന പരിപാടിയാണ് കേട്ടോ. അങ്ങനെ എല്ലാം കൂടെ മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ചതഞ്ഞാൽ മതി കേട്ടോ. പക്ഷേ ഞാൻ അരച്ച സമയത്ത് ഒന്ന് അരഞ്ഞു പോയിട്ട് അത് നല്ലോണം ഒന്ന് അരിഞ്ഞു പോയിന്. അത്ര കരയണമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചതച്ച പോലെ അങ്ങനെ ആയാൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അയ്യപ്പം ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് ഓനക്കിത് കാണണമെന്നോ എടുക്കണമെന്നോ ഒക്കെ പറഞ്ഞങ്ങനെ വന്നു. പിന്നെ ഓനെടുത്തിട്ടാട്ടോ ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കിയിട്ടുണ്ടായിന്. കൂട്ടാനായി ചക്ക കൂട്ടാൻ അവിച്ച് കാണോ കൊച്ചി ചക്ക നല്ലോണ്ട് നോക്കട്ടെ. നല്ലോണം വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. എന്താ അതിലേക്ക് അങ്ങനെ തേങ്ങയുടെ അരപ്പൊക്കെ ചേർത്ത് ചക്കൊക്കെ നല്ലോണം ഉടച്ചങ്ങ് എടുത്തണം കേട്ടോ. അപ്പോൾ നല്ലോണം അടിച്ച് കയ്യിലോണ്ടൊക്കെ ഉടച്ചെടുത്താണ്. ഇനിയിപ്പോൾ അതിലേക്കുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഉണക്കമീനും കൂടി ഒന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ചക്കൻ്റെ കൂടെ ഉണക്കലീന്ന് കഴിക്കാൻ ഒരു രസമല്ലേ. അപ്പോൾ ആ കുറച്ച് മറ്റേ മാന്തളും ഉണ്ട്, പിന്നെ തളമീനില്ലേ അതിൻ്റെ അതും കൂടെ കേട്ടോ പൊരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടതിന്. ഇതാ ഉണക്കലീനൊക്കെ ആയി റെഡിയായി. നമ്മൾ കുറച്ച് അച്ചാറും കൂടെ വെച്ച് ചക്ക തിന്നാം. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഉണക്കമീൻ മാത്രം മതി കേട്ടോ. അപ്പോൾ അതും ചക്കയും കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കണേ. അതാ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കണേ. ഉമ്മയും ഉപ്പയും ഇളച്ചിയും ഞങ്ങളെല്ലാവരും അവൾ കഞ്ഞാട് കുടിക്കണം. അവൾക്ക് ചക്ക വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവൾ കഞ്ഞി മാത്രം കുടിച്ച് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ചക്കയൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ ഇതാ ഉച്ചക്കത്തേക്കുള്ള
പരിപാടികളൊക്കെ നോക്കുകയാണ്. പിന്നെ അതാ പരിപ്പ് കറിയാക്കിയിട്ടുണ്ടായിന്. അപ്പം മീൻ കറിയൊക്കെ റെഡിയായി. മീൻ പൊരിക്കാനുള്ള പരിപാടികളൊക്കെ അതാ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മളെ ഇന്നത്തെ കുട്ടി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഇതുപോലത്തെ വീഡിയോസായിട്ട് വീണ്ടും കാണാം.